നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. 3 പാകിസ്ഥാനികളോട് രാജ്യം വിടാൻ ഗോവ സർക്കാർ നിർദ്ദേശിച്ചു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 27-നകം 3 പാകിസ്ഥാൻ പൗരന്മാരോട് സംസ്ഥാനവും രാജ്യവും വിട്ടുപോകാൻ ഗോവ സർക്കാർ നിർദ്ദേശിച്ചു. ദീർഘകാല വിസ കൈവശം വെച്ചിരിക്കുന്ന 17 വ്യക്തികളെ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാൽ ഇവരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഇവർ ഗോവക്കാരെ വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കുന്നവരാണ്. ഇവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടില്ല. ഗോവയിൽ താമസിക്കുന്ന കാശ്മീരി വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും സുരക്ഷ വർദ്ധിപ്പിക്കാനും സംസ്ഥാനം തീരുമാനിച്ചു. ഐഡന്റിറ്റി തെളിയിക്കാത്തവർക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനായി ഇന്നു മുതൽ കോമ്പിംഗ് ഡ്രൈവ് ആരംഭിക്കാനും സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിന് ശേഷമാണ് ഈ തീരുമാനം. പറയിൽ പട്ടാപ്പകൽ കവർച്ച. ഗോവയിലെ പറയിൽ 2025 ഏപ്രിൽ 17 രാവിലെ ഏകദേശം 8 മണിക്ക് ഒരു സ്ത്രീയുടെ 2 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ മംഗൾസൂത്രമാല മോട്ടോർ സൈക്കിളിലെത്തിയ 2 അജ്ഞാതർ മോഷ്ടിച്ചു. സംഭവം അടുത്തുള്ള CCTVയിൽ പതിഞ്ഞു. 1.5 മാസം മുൻപ് സമാനമായ കവർച്ച നടന്നതായി നാട്ടുകാർ പറയുന്നു. സുരക്ഷാ ആശങ്കയിൽ പ്രദേശവാസികൾ പ്രതിഷേധിക്കുന്നു. പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം തുടങ്ങി. ഗോവയിൽ ഇത്തരത്തിലുള്ള മാല പൊട്ടിച്ചെടുത്ത കേസുകൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. 2024 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രായമായവരാണ് പ്രധാന ലക്ഷ്യം. കൂടുതൽ പോലീസ് നിരീക്ഷണവും തെരുവുവിളക്കുകളും ആവശ്യപ്പെടുന്നു. 2 വർഷം മുൻപ് മഫ്സയിൽ അമ്പലത്തിൽ പോയ ശേഷം റോഡിലേക്ക് ഇറങ്ങിയ ഒരു മലയാളിയുടെ 5 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണമാല സ്കൂട്ടറിൽ വന്ന കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി. എന്നാൽ ആ കേസിലും ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇത്തരത്തിലുള്ള മോഷണ കേസുകൾ ഗോവയിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. കാൻക പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. കലങ്കുത്തിൽ നിന്നുള്ള സ്റ്റെൻലി കുട്ടിനോ അറസ്റ്റിൽ. മപ്സ പോലീസ് കാൻക പ്രദേശത്ത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ കലങ്കുത്തിൽ നിന്നുള്ള സ്റ്റെൻലി കുട്ടിനോയെ അറസ്റ്റ് ചെയ്തു. 2025 ഏപ്രിൽ 25-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്റ്റെൻലി ഒരു ഹിസ്റ്ററി ഷീറ്റർ ആണെന്നും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി. കുട്ടിനോയുടെ അറസ്റ്റോടെ പ്രദേശത്ത് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു വത്തിക്കാനിൽ പോപ്പ് ഫ്രാൻസിസിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഏപ്രിൽ 25-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അന്തരിച്ച പോപ്പ് ഫ്രാൻസിസിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഏപ്രിൽ 21-ന് 88-ാം വയസ്സിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് പോപ്പ് കാലം ചെയ്തത്. പോപ്പിന്റെ ഭൗതിക ശരീരത്തിനു മുൻപിൽ കേന്ദ്രമന്ത്രിമാർ, സഭാ നേതാക്കൾ എന്നിവർക്കൊപ്പം മുർമു ആദരവ് അർപ്പിച്ചു. ഇന്ന് നടക്കുന്ന മരണാനന്തര ചടങ്ങിൽ 2 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും. ഇന്ത്യ വത്തിക്കാൻ ബന്ധത്തിന്റെ പ്രാധാന്യം ഈ സന്ദർശനം ഊട്ടിയുറപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. മപ്സ MLA ജോഷുവ ഡിസൂസയും പ്രസിഡന്റിനൊപ്പം വത്തിക്കാനിൽ ചടങ്ങുകളിൽ പങ്കെടുക്കും. ഗോവയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 1000 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് കണ്ടെത്തി. അഞ്ജുന, ആർപ്പോറ, അസഗാവ് തുടങ്ങിയ പ്രധാന മേഖലകളിൽ വ്യാജ പോർച്ചുഗീസ് കാലഘട്ട രേഖകൾ ഡയറക്ടറേറ്റ് ഓഫ് ആർക്കൈവ്സ് ആൻഡ് ആർക്കിയോളജിക്കലിൽ ചേർത്ത് ഭൂമി ഉടമസ്ഥാവകാശം മാറ്റി. 600 കോടി രൂപയുടെ രേഖകൾ പിടിച്ചെടുത്തു. ED എസ്റ്റവൻ ഡിസൂസയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ മൊപ്സയിലെ പ്രത്യേക PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 11.82 കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി. ഗോവയിലെ ഭൂരേഖ സംവിധാനത്തിലെ ദൗർബല്യങ്ങൾ മുതലെടുത്താണ് തട്ടിപ്പ്. 2022-ൽ വിക്രാന്ത് ഷെട്ടിക്കെതിരെ നടന്ന അന്വേഷണവും സമാന തട്ടിപ്പുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഡയറക്ടറേറ്റ് ഓഫ് സെറ്റിൽമെന്റ് ആൻഡ് ലാൻഡ് റെക്കോർഡ്സിന്റെ പഴുതുകൾ ഇത്തരം തട്ടിപ്പുകൾക്ക് കാരണമാകുന്നതായി വ്യക്തമായി. പഹൽഗാം ആക്രമണം. സർവകക്ഷി യോഗം നടന്നു. വിവാദവും. ഗോവയിലും ഡൽഹിയിലും കോൺഗ്രസിന്റെ മെഴുകുതിരി മാർച്ച്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഏപ്രിൽ 25-ന് ഗോവയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്യാൻഡിൽ ലൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ദേവേന്ദ്ര യാദവ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ആതങ്കവാദ് മുർദാബാദ്, പാകിസ്ഥാൻ മുർദാബാദ് മുദ്രാവാക്യങ്ങൾ ഉയർത്തി. ഗോവയിൽ MG റോഡ് വഴി ആസാദ് മൈതാൻ വരെ അമിത് പട്കർ നേതൃത്വം നൽകിയ മാർച്ചിൽ ജനങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരവധി ആളുകളുടെ ജീവനെടുത്ത ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ ഏപ്രിൽ 24-ന് സർവകക്ഷി യോഗം ചേർന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ,
പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരെ കൂടാതെ മറ്റു പല പ്രമുഖ പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ സർക്കാർ ഭീകരവിരുദ്ധ നടപടികൾക്ക് പിന്തുണ ആവശ്യപ്പെട്ടു. എന്നാൽ പഹൽഗാമിനടുത്ത് ബൈസരൻ മേഖലയിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി സർക്കാർ സമ്മതിച്ചത് വിവാദമായി. CRPF വിന്യാസം ഇല്ലാതിരുന്നതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തു. സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി. ഗോവയിലെ കാന്തോളിമിൽ ലെമൺ ട്രീ ഹോട്ടലിനടുത്ത് വെച്ച് ടൂറിസ്റ്റ് ഓടിച്ച വാടക കാർ അപകടത്തിൽ NRIക്ക് ദാരുണാന്ത്യം. അമിത വേഗതയിൽ വന്ന കാർ റോഡിലൂടെ നടന്നിരുന്ന ദമ്പതികളെ ഇടിച്ചു. ഭർത്താവ് സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയും ഭാര്യ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നു. കലങ്കൂത്ത് പോലീസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് കേസ് അന്വേഷിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.